ഇത് അരിയും തേങ്ങയും ചേർത്ത എള്ളുണ്ടയാണ്. വിളർച്ചയ്ക്കും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് ഈ എള്ളുണ്ട. എള്ള് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കറുത്ത എള്ളാണ്. കറുത്ത എള്ളാണ് ഏറ്റവും നല്ലത് കേട്ടോ. എള്ളിൽ മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടാവും, അതാണ് കഴുകിയെടുക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു 2 പിടി അരിയും കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ അരി വറുത്തെടുക്കണം. ഒരിക്കലും അരിയും എള്ളും ഒരുമിച്ച് വറുത്തെടുക്കരുത്. അരി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കണം. എല്ലാ അരിയും പൊട്ടണം, അല്ലെങ്കിൽ എള്ളുണ്ട ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. എള്ളും നന്നായിട്ട് വറുത്തെടുക്കണം. എള്ള് പൊട്ടുന്ന ശബ്ദം കേൾക്കണം, അതുവരെ വറുക്കണം. എന്നാലേ എള്ളിൽ നിന്ന് എണ്ണ വേർപെട്ട് വരികയുള്ളൂ. അപ്പോഴൊരു നല്ല മണവും വരും. ഇനി തേങ്ങ കൂടി വറുത്തെടുക്കണം. തേങ്ങ ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കരുത്. ജലാംശം പോകുന്നത് വരെ മാത്രം വറുത്താൽ മതി. ഇനി ഇത് 3 കൂടി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കിയെടുക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അതിൽ ഞാൻ ചുക്കും ഏലക്കയും ചേർക്കുന്നുണ്ട്. കരിപ്പട്ടിയാണ് ശർക്കരയേക്കാൾ നല്ലത്, പക്ഷെ കരിപ്പട്ടി ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ശർക്കര ഉരുക്കിയതും ചേർത്ത് തുടരെ ഇളക്കി ചെറുതായി കുറുകി വരണം. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ശർക്കര വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ കട്ടിയാവാനും പാടില്ല. ഒരു നൂൽ പരുവം എന്നൊക്കെ പറയും. എടുത്താൽ വിരലിൽ ഇങ്ങനെ ഒട്ടണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം പൊടിച്ചു വെച്ച എള്ള്, അരി, തേങ്ങ മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായി തണുത്തിട്ട് കയ്യിൽ നെയ്യ് പുരട്ടി ചെറിയ ഉണ്ടയാക്കി കുപ്പിയിലടച്ച് എത്ര കാലം വേണേൽ ഉപയോഗിക്കാം. പക്ഷെ അധികകാലം ഇതിരിക്കില്ല. ടേസ്റ്റ് കാരണം നമ്മൾ പെട്ടെന്ന് തിന്നു തീർക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ.